ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഇരുമ്പേട്ടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വട്ടത്തിൽ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് നേരെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാ ഇഞ്ചി ഒരേ അളവിന് അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മൂപ്പിക്കുമ്പോൾ പല മൂപ്പായി പോവും. ഞാനിതൊരു 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നതാണിത്. ബാക്കിയും കൂടെ നമുക്ക് ഇതേപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതേ എണ്ണയ്ക്കകത്താണ് നമ്മൾ ഇഞ്ചിക്കറി വെക്കാൻ പോകുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 10-15 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഒരു 20 ചുവന്നുള്ളി ഉണ്ട്, അത് പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇഞ്ചിക്കറിക്ക് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അല്ലാതെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ചെറിയ ഗോൾഡൻ കളറായി വരണം. ഇതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്കൊരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. നമ്മളൊരു മീഡിയം തീ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഉള്ളി മൂത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഇഞ്ചി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പിഴുപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് പുളി പിഴിയാനായിട്ട്.
നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ വെള്ളമെല്ലാം ഇത് വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വറുത്ത് വെച്ച് ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. വറുത്ത് പൊടിച്ച് വെച്ചേക്കുവാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഫൈനലി ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഈ ലാസ്റ്റ് കായപ്പൊടിയും കൂടെ നമുക്ക് ഫൈനലി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ രുചികരമായ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഈ ശർക്കരയോ പഞ്ചസാര ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് മറക്കരുത്. അതും കൂടെ ചേർക്കുമ്പോഴേ ഇഞ്ചിക്കറിക്ക് വളരെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.